ഇത്തവണ ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെ തേടിയെത്തി എൻ്റെ ഫോളോവറായ സജാദും കൊണ്ട് കൂടെ. യാത്ര ചെയ്യുമ്പോൾ നല്ല വിഷം, അതിന് വേറെ ഒന്നും നോക്കില്ല. നേരെ ബണ്ണൊക്കെ എടുത്ത് ചോക്ലേറ്റൊക്കെ പെരട്ടി നമ്മളെ മച്ചാൻ ഇരുന്ന് കഴിക്കുന്നത്. കുറേ പാക്കേജ് എടുത്തവർ അങ്ങനെ പോകുന്നുണ്ട് ട്രക്കിങ് ആയിട്ട്. നമ്മളിതാ സോളോ ആയിട്ട് തന്നവർ ഇരിക്കുന്നു. വേറെ കുറേ പാക്കേജർ വരുന്നുണ്ട്. നമുക്ക് സാവധാനം എത്തിയാൽ മതി, നമുക്ക് ധൃതിയില്ല. ടൈം ഒരു വിഷയമല്ല അല്ലേ മച്ചാ? ടൈം ഒരു വിഷയമല്ലല്ലോ. പിന്നെ ക്രീം ബണ്ണൊക്കെ കഴിച്ച് ഇതാ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. അപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇത്ര ലഗേജ് ഉണ്ടായില്ല, പക്ഷെ നല്ല ലഗേജ് ഉണ്ട്. അധികം ഫുഡ് ഐറ്റംസ് ആണ്. അവൻ ബാത്റൂമിൽ പോകാൻ മുട്ടിട്ട് ബാത്റൂമിൽ പോകാൻ മുട്ടിട്ട് സജാദ് അരുവി കൊണ്ടുപോയി തട്ടിക്കണു. ടിഷ്യൂ പേപ്പറൊക്കെ കയ്യിൽ. എക്സ്പീരിയൻസ് അത്ര ഇതൊക്കെ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? സജാദിന്റെ എക്സ്പീരിയൻസും വരുന്ന വഴിയാണ്. എന്തൊക്കെ കാണാൻ ഇനി ആവാ പഠിച്ചോ. അങ്ങനെ വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓഹ്, എത്ര ഇനിയും ഒരുപാട് നടക്കാനുണ്ട്. എന്ത് പാട്ടാ. ഞാനും സജാദും ഗ്രഹം വില്ലേജിൻ്റെ തൊട്ടടുത്തെത്തി. കാണുന്നുണ്ടോ? അത് കാണുന്നതാണ് ഗ്രഹം വില്ലേജ്. നാട്ടിലും കയറി പോകണ്ട്. നല്ലൊരു വ്യൂ ഉണ്ട്. നൈസ് വ്യൂ, അടിപൊളി ആംബിയൻസ് കിട്ടോ. ഇവിടെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, പൊളിച്ചതാണോ കാറ്റടിച്ചിട്ട് മൊത്തത്തിൽ പൊളിഞ്ഞതാണോ എന്നൊരു പിടിയില്ല. മഞ്ഞുമലകളെല്ലാം കോടയാൽ മൂടപ്പെട്ടിരിക്കുന്നു. ആ കോടകൾ മാറ്റിക്കൊണ്ട് ആ മഞ്ഞുമലയിലേക്ക് ഞങ്ങൾ 2 ദിവസത്തിനുള്ളിൽ എത്തിയിരിക്കും. ഇത് എൻ്റെയും സജാദിൻ്റെയും ബാക്കിയല്ലേ മഞ്ഞ് കാണണമെന്നായി ആഗ്രഹമായി സജാദ് നാട് വിട്ടിരിക്കുന്നു. ഇപ്പോൾ ഇതാ അങ്ങ് ഹിമാചൽ പ്രദേശ് ഗ്രഹൻ വില്ലേജിലെത്തിയിരിക്കുന്നു. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു, ഇനി എന്തൊക്കെ നടക്കാനിരിക്കുന്നു എന്ന് നമുക്ക് കണ്ടറിയാം. ട്രക്ക് ചെയ്ത് ഗ്രഹൻ വില്ലേജിലോട്ട് എത്താനായി. ടയർഡായി. ഒരു വെള്ളം കുടിക്കുന്നേ. വെള്ളം കുടിച്ചിട്ട് വേണം ഇനി ആ മലയുടെ മുകളിലോട്ട് എത്താൻ. എന്ത് നല്ല ഭംഗിയുള്ള സ്ഥലം. മച്ചാൻ നോക്കി ആസ്വദിക്കുന്നത്. കൂട്ടുകാരെ, അതിനൊടുക്കം ഗ്രഹം വില്ലേജിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ടെൻ്റ് അടിക്കാനുള്ള വല്ല വകുപ്പുണ്ടോ നോക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം സ്കൂളിൽ അടിച്ചിരുന്നത്, ഇപ്രാവശ്യം അവിടെ അടിക്കാം എന്നാണ് കരുതുന്നത്. നോക്കട്ടെ പറ്റുമെന്ന്. അങ്ങനെ ഗ്രഹം വില്ലേജിലെത്തി ഗൈസ്. ഇനി വൈകി സ്കൂളിൽ അവിടെ പോയി നോക്കട്ടെ ടെൻ്റ് അടിക്കാൻ പറ്റുമെന്ന്. ഗൈസ്, ഗ്രഹം വില്ലേജ് കൂടെ ഇങ്ങനെ ഗ്രഹം വില്ലേജ് കണ്ടില്ല, എന്തൊരു മനോഹരമായ ഭംഗിയാണ് കാണാൻ. അത് കാണുന്നു മല നോക്കല്ലേ. ഇതുവരെ അപ്പോൾ അങ്ങനെ ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 3 മണിക്ക് എത്തിയ ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം തപ്പി സ്ഥലം കിട്ടിയില്ല. ഗ്രഹൻ്റെ ഒരു സൈഡിൽ, ഈ ഗ്രഹൻ്റെ മറ്റ് സൈഡിലോട്ട് പോയോക്കട്ടെ.
ഇവിടെ എന്തോ ഒരു ഉത്സവം എന്തോ ഉണ്ട്. എന്താ അങ്ങനെ വലിയ പിടിയില്ല. കാണിച്ചു തരാം. അങ്ങനെ ടെൻ്റ് അടിക്കുന്നൊക്കെ നല്ല സ്ഥലം കിട്ടിയിട്ടുണ്ട്. ശാന്തി. ഹായ് കൊടുത്ത ഹായ്. നമുക്കൊരു കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. സ്റ്റിക്ക് എടുത്ത് കളിച്ചോണ്ടിരിക്കുക. ആ ഗണ്ണേ ഷൂട്ട് ഷൂട്ട് ഷൂ. पापा किधर है? गाँव गया. ओ बड़ा है. അവൻ പറയണേ കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. ഇവൻ്റെ എന്തൊക്കെ കോപ്രായം കേട്ടോ. ഡാൻസ് ഡാൻസ്. ചെക്കൻ ഭയങ്കര ഡാൻസ് തന്നെയാണ്. ഓ ഓ അച്ഛേ കമ്പി പല്ലിക്കമ്പി സ്റ്റീൽ. ரொம்ப ஸ்மைல் கியூட்டா இருக்க. ചെക്കൻ പാവാണ്. നല്ല കുട്ടിയാണല്ലേ. ഓക്കെ പറഞ്ഞ ഓക്കെ ഓക്കെ. അപ്പൊ നല്ല വ്യൂ. നല്ല ഭംഗി. കോവർ കഴുത കേട്ടോ. ഞാൻ ആദ്യം കുതിരയാണെന്നൊക്കെ കരുതിയായിരുന്നു. കനത്ത മഴ കാരണം ടെൻ്റ് അടിക്കൽ വിശ്വസിക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ ഗ്രഹം വില്ലേജിൽ ഒരു പുതിയ അപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ പുതിയ ഹോം സ്റ്റേ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ മേലെ ഒരു ചെറിയ ഇത് വിരിച്ച് റെഡിയാക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടി. റൂം എടുക്കാനുള്ള ഫണ്ട് ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഗ്യാപ്പ് കിട്ടി. പിന്നെ അവിടെ ഫുഡ് ഉണ്ടാക്കണം. സജാദ് വെള്ളം എടുക്കാൻ പോയിക്കാണ്. അപ്പോൾ വന്നിട്ട് വേണം. ഇത്തവണ തലയെണ്ണൊക്കെ ഉണ്ട് കിടക്കാൻ. നല്ല അടിപൊളിയാട്ടോ. ചുറ്റും അതാണ് ഗ്രഹം വില്ലേജ്. അങ്ങനെ ഈ ചെറിയൊരു ഗ്യാപ്പിൽ നൂഡിൽസ് ഉണ്ടാക്കുന്ന സജാദിനെയാണ് നമ്മൾ കാണുന്നത്. സീനാണ്. എന്തൊക്കെ കഴിക്കണം. ഒരു സാഹസിക യാത്ര തന്നെ. നൂഡിൽസൊക്കെ റെഡിയായി ഇതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണ്. പുറത്ത് നല്ല ആംബിയൻസ്, നല്ല മഴ. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലിരുന്ന് നല്ല തീറ്റ. എന്താ സുഖം. സത്യം പറ, എങ്ങനെയുണ്ട്? ശരിയായ വൈബ്. അത്രേ ഉള്ളൂ. അടിപൊളിയാണ്. അങ്ങനെ രാവിലെ ചൂട് പിടിക്കാണ്. തണുപ്പാണ്. പിന്നെ ഓട്സും ചോക്കോസും കൂടി ഉണ്ടാക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങും. എങ്ങനെയുണ്ട് മറ്റു തണുപ്പ്? ഓണൊക്കെ വറക്കുന്നു. ഇങ്ങനെ രാവിലേക്കുള്ള ഓട്സും ചോക്കോസും കൂടി റെഡി ആയിട്ടുണ്ട്. ചായ കുടിച്ചിട്ട് നേരെ മല കയറാൻ പോകണം. ഭയങ്കര തണുപ്പ്. ഗ്രഹം വില്ലേജിലെത്തി റേഞ്ച് കിട്ടിയായിരുന്നു.
നല്ല തണുപ്പായിരുന്നു, അവിടെ നിൽക്കാൻ പറ്റണ്ടായില്ല. എന്നാലും സജാദക്കൊക്കെ സഹിച്ച് പണ്ടാറടങ്ങി. നല്ല വ്യൂ ഉണ്ട് അവിടെ. മറ്റന്ന അതിന് മുകളിൽ ഞങ്ങളെ കാണാം. മറ്റന്ന ഇന്നിപ്പോൾ അതിൻ്റെ പകുതി സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തുള്ളൂ. അങ്ങനെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഗ്രാം വില്ലേജിൽ നിന്ന്. ഒരുപാട് ദൂരം ഇനിയും പോകാണ്ട്. ഇതുവരെ റെസ്റ്റ് എടുക്കാൻ പറ്റിയൊരു നല്ല സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്ത് നല്ല അടിപൊളി സ്ഥലം. ഓക്കെ, അവിടെ കുറേ പാക്കേജ് എടുത്ത് വരുന്നവരുണ്ട്. ചെക്കനൊക്കെ ടയർഡായി. നല്ല അടിപൊളി സ്ഥലം. കൂട്ടുകാരെ അടുക്ക് മഞ്ഞമല. തൊണ്ടൊക്കെ പറ്റി. അയ്യോ, സമയം 11 മണിയായി. ഇപ്പോഴും ഫസ്റ്റ് ലൊക്കേഷനായ മിൻതാജ് വരെ എത്താൻ കഴിഞ്ഞിട്ടില്ല. അത്രയും നടക്കാണ്ട്. ബാക്കിലൊരു ദീദിയൊക്കെ വരുന്നത്. ഇനി നടന്നുകൊണ്ടിരിക്കണം. പക്ഷേ നടക്കാനുള്ള പ്രതീക്ഷകൾ നൽകുന്നത് മുന്നിൽ കാണുന്ന മഞ്ഞുമലകളാണ്. അത് കാണുമ്പോഴാണ് വീണ്ടും വീണ്ടും നടക്കാൻ തോന്നുന്നത്. ഇനിയും ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോകുന്ന വഴിക്ക് രണ്ടാളുകാരായിരുന്നു. Where are you from? From Assam. Assam. My name is Dipankar. Yeah. And myself, Anjan Sunwal from Assam. Yeah. Assam is my friends. New friends. Trekking. Okay. ഇനിയും മുന്നോട്ട് പോയി കണ്ടില്ല. മിൻതാജ് നെക്സ്റ്റ് ലൊക്കേഷൻ മിൻതാജ്. ഗൈസ്, ഇങ്ങനെ അവിടെ കുറേ ട്രക്കിംഗ് ടീം വന്നിട്ടുണ്ട്. നല്ല അടിപൊളി. അവിടെ ഒരു ഫോട്ടോ എടുക്കുന്ന സൈഡിൽ. പിന്നെ ഒരു ചെക്കത അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. നമ്മളിപ്പോൾ പരിചയപ്പെട്ട ആസാം ആത്മീകൾ അതാ അവിടെ ഇരിക്കുന്നത്. ഞാനിതാ ഇവിടെ ഇരിക്കുന്നു. ഇനിയും കാരണം ഇനി അടുത്തത് മിൻതാജാണ്. അവിടെ പോയി സ്റ്റേ അടിക്കണം. ടെൻ്റ് അടിക്കാനുള്ള വകുപ്പുണ്ടോ നോക്കണം. നല്ല കനത്ത മഴ ഉണ്ടെങ്കിൽ ടെൻ്റ് അടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ടെൻ്റ് അടിക്കാനുള്ള വകുപ്പുണ്ടോ നോക്കണം. ഫുള്ള് ട്രക്കിങ്ങാണ്. നമുക്ക് പുതിയ കൂട്ടുകാരന്മാരെ കിട്ടിയത് വരുതാ. ഇത് ഭംഗിയാണ് കാണാൻ. ട്രക്കിങ്ങും പാട്ടും എത്ര അതിമനോഹരമാണ്. ചെക്ക് ഫുൾ ഹാപ്പി. പന്തം പോയ പെരിച്ചായുടെ മാതിരി നോക്കിയിരിക്കും. അവന് വാളാ
സീനാണ് മച്ചാ. Best vibe, one of the best vibe. വേറെ സജാദ് നോക്കി നിൽക്കുന്ന വ്യൂ നോക്കിയേ. വെരി ബ്യൂട്ടിഫുൾ. ഇനിയും മേലോട്ട് കയറണം ഒരുപാട്. ഗൈസ് അവിടെ ആ കാണുന്ന വെളിച്ചത അങ്ങോട്ട് തരാം. കുറച്ചുള്ളൂ ഇനി, പക്ഷേ നന്നായിട്ട് കുഴങ്ങിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, നന്നായിട്ട് ടയറാ. പിന്നെ അവിടെ സ്റ്റേ തപ്പണം. എന്നിട്ട് ഇന്നങ്ങ് സുഖമായിട്ട് കടന്നു പറയും. ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാന്. മച്ചമ്പിക്കൊന്നും ഇന്നലെ ഉറക്കം കിട്ടിയിട്ടില്ല, തണുത്ത് പണ്ടാറടങ്ങിയിട്ട്. ഇന്നത്തെ തണുപ്പ് അതിലും കൂടുതലാവും. ഇന്നും കൂടി സർവൈവ് ചെയ്യണം. താജിലോട്ടെത്തി. ഇതാണ് മിൻതാജ്. മച്ച ചുറ്റും ഒന്ന് നോക്കി നോക്കെ. പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുത്തിയിട്ടൊക്കെയായിരുന്നു. ഫുഡ് കഴിച്ച് പിന്നെ കുറേ മലയാളീസ് ട്രക്കിൽ കയറി പോകുന്നുണ്ടായിരുന്നു. അവരെ കണ്ട് കുറേ നേരം രീതിയിൽ സംസാരിച്ച് അങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കി ലഗേജൊക്കെ സൈഡാക്കി വെച്ച് കിടക്കുകയാണ്. ഇവിടെ നിന്ന് ഉറങ്ങട്ടെ, നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ.